ഉമ്മ ആ എന്താ മോളെ? പിന്നെ എന്റെ സ്കൂളിൽ നിന്ന് എല്ലാരും ടൂറും ഉണ്ട് അടുത്ത ആഴ്ച. ടൂറോ? ഒക്കെ പിന്നെ പോയാ പോരെ അമ്മക്ക്. ഉമ്മ എല്ലാരും പോണ്ട്, എനിക്കും പോണം. ഈ ഉമ്മാന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണോ? എന്റെ കൂട്ടുകാരോടൊക്കെ പോണ്ട്. പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ മോളെ ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടീനെ ഉമ്മ വിടാതിരിക്കോ? എല്ലാരും തുള്ളുണ്ട് വെച്ചിട്ട് നമ്മള് തുള്ളാൻ പറ്റൂല കേട്ടോ. നമ്മളെ അവസ്ഥ അറിഞ്ഞിട്ട് വേണം നമ്മള് നിക്കാന്. അവസ്ഥ അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇത്രയും കാലം ഞാൻ പോവാതിരുന്നേ. ഇനിയും പോലെ എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കും. ഞാൻ മാത്രമേ ഉള്ളൂ പോവാത്ത. എനിക്ക് എന്തായാലും പോണം. അവർക്കൊക്കെ ഓരോ ഒപ്പമാരുണ്ട്. നിങ്ങൾക്ക് ഞാനേ ഉള്ളൂ. ഞാൻ അധ്വാനിച്ചിട്ട് വേണ്ട ഇതൊക്കെ ഉണ്ടാക്കാന്. നിങ്ങൾ അതെന്താ മനസ്സിലാക്കാത്തെ? മണ്ടിട്ടൊരു കാര്യം ചെയ്യും. ഉമ്മക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു പൈസ ഇട്ടാണ്ട് ആ പൈസ ഇട്ടുമ്പോൾ അമ്മക്ക് ഉണ്ടാക്കും. കടയിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് ചോറൊക്കെ ഉമ്മ വാങ്ങിത്തരാം. ബിരിയാണി വാങ്ങിത്തരാം. എനിക്ക് നിങ്ങളെ ബിരിയാണി ഇതൊന്നും വേണ്ട. എനിക്ക് ടൂറ് പോയാ മതി. നീ ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ തൽക്കാലം അകത്ത് പോയിരിക്കേ. എന്നിട്ട് എന്തെങ്കിലും എടുത്ത് പഠിക്ക്. ഉമ്മ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കട്ടെ. ഞാൻ പഠിച്ചോണ്ട് എന്ത് വിടൂല. ടൂറിനും വിടില്ല, ഒന്നും വിടൂല. പക്ഷെ നടക്കത്തിന് പോയാൽ മതി നിങ്ങക്ക്. എവിടുന്നാ എനിക്കിപ്പോ അത്ര പൈസയൊക്കെ കിട്ടുക? ഈ മാസം പോരേന്റെ വാടക വരെ ഞാൻ കൊടുത്തിക്കില്ല. അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാറൊക്കെ? ഹലോ ആടി, ഇന്ന് ടൂറിനൊന്നും വിടുന്നില്ലേടി. ഉമ്മ എന്തല്ലോ കുറെ ഞാൻ പറഞ്ഞു ഇനി ടൂറിന് വിടുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. നിങ്ങൾക്കൊക്കെ എന്തൊരു ഭാഗ്യ. എല്ലാ ടൂറിനും പോയി ഞാൻ മാത്രമേ ഉള്ളൂ ടൂറിനാവാത്ത. ഒരു സ്നേഹമില്ലാത്ത ഉമ്മ എൻ്റെത്. ടൂറിനും വിട്ടില്ല, ഒന്നിനും വിട്ടു. ഒരു സ്വാതന്ത്ര്യമല്ല, ഒരു സുഖമില്ല. പക്ഷെ ഈ നരകത്തിന് പോയാൽ മതിയെന്ന് എനിക്ക്. എന്നാ ശരി, നിങ്ങളൊക്കെ പോയിട്ട് വാ. ഓക്കെ. ഇനി പാങ്ങ് നോക്കിയിട്ട് കാര്യമില്ല. കുറെ ആയില്ലേ കുട്ടിയും ടൂറൊക്കെ പോവായിട്ട്. ശരി തന്നെയാണ്. കൂടെ പഠിക്കണവരൊക്കെ പോകുമ്പോൾ നോക്കും ഉണ്ടാവില്ല വിഷമം. പാവം എൻ്റെ കുട്ടി ഇത്രയും കാലം പോയിട്ടില്ല. നോക്കട്ടെ. മറിയാത്തൊരു പണിക്കാരെ വേണമെന്ന് പറഞ്ഞേനു. ഇപ്പൊ തൽക്കാലം വേറെ നിവർത്തില്ലെങ്കിൽ പുരപ്പണിയെങ്കിൽ പുരപ്പണി. കുറച്ച് പൈസ ഇട്ടോക്കട്ടെ പോയിട്ട്. മോളെ ഇയാളിരുന്ന് പഠിക്കട്ടോ. ഉമ്മ ഇപ്പൊ വരാം. താത്താ താത്താ. അയ്യോ എന്താടി? ഞാൻ ഇങ്ങനെ വന്നത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേനോ ഒരു പണിക്കാരെ വേണമെന്ന്. ഒരാളെ വേണേനും ഇവിടെ അടിച്ചൊറി തുറക്കാനൊക്കെ ഉണ്ടേനു. ആരല്ലേ? വേറെ ആരല്ല, ഞാൻ തന്നെ. അയ്യോ, ഈ അതിനിപ്പോ ആ പണിക്കൊക്കെ പോകലുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ ഒന്നും പുരപ്പണിക്ക് പോയിട്ടില്ല. പക്ഷെ ഇപ്പോ എൻ്റെ അവസ്ഥ കുറച്ച് മോശമാണ്. അപ്പൊ ഞാൻ കരുതി എന്നാ ആ പണിക്കൊന്ന് പോയോക്കാം. എന്താപ്പ അതിന് മാത്രം വലിയ കഷ്ടപ്പാടൊക്കെ എനിക്ക്? ഒന്നുമില്ല, ആവശ്യം അറിയാനിപ്പോ എന്താ. മോളെ സ്കൂളിൽ നിന്ന് എല്ലാവരും ടൂറ് പോകണ്ടോല്ലേ. അപ്പൊ ഓക്കും ആഗ്രഹം ടൂറ് പോകണം. ഞാൻ കൊറേ പറഞ്ഞു നോക്കി. ഇപ്പത്തെ മക്കളല്ലേ, ഓരൊക്കെ എവിടെ കേൾക്കാനാ. കൂടെ ഉള്ളവരൊക്കെ പോകുമ്പോളേ ഓക്കും ഒരു വിഷമം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. എന്താടി ഈ പറ. ഞാൻ 1 മാസം പണിയെടുക്കാം. പൈസ എനിക്കൊന്ന് മുൻകൂട്ടി തരുമോ? ഓക്ക് ടൂറോ വള്ള പൈസ നാളെ ആണോല്ലോ കൊടുക്കേണ്ടത്. ഇനിയിപ്പ ഞാൻ പൈസ എടുക്കായിട്ട് ഓള് പോവാതെ വെക്കണ്ട. ഓക്കെ,
അതിനൊരു സന്തോഷം ആയിക്കോട്ടെ. അതൊന്നും കുഴപ്പമില്ല, ഈ ഇവിടെയൊക്കെ ഞാൻ ഇപ്പം വരാം. ഞാൻ ഇവിടെ നിൽക്കാം. എന്നാ ഇത് കൊണ്ടുപോയിട്ടേ ഈ ഓക്ക് കൊടുക്ക്, എന്നിട്ട് ഓൾ ടൂറിന് പോയിക്കോട്ടെ. ആ വലിയ ഉപകാരമായിട്ടോ. ഞാൻ എന്തായാലും നാളെ രാവിലെ മുതൽ വരാം പണിക്ക് കേട്ടോ. കുറച്ച് നേരം വൈകിയാലും കുഴപ്പമില്ല, ഞാൻ എല്ലാ പണി തീർത്തിട്ടേ പോവുള്ളൂ. അത് കുഴപ്പമില്ല, നീ നോക്കിയിട്ട് രാവിലെ വാ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല കേട്ടോ. എന്താ ഞാൻ ഈ പൈസ കൊണ്ടുപോയിട്ട് ഓക്ക് കൊടുക്കട്ടെ, അപ്പം നല്ല സന്തോഷമാവും. എന്നാ ശരിയാ, നാളെ വരാട്ടോ. മോളെ മോളെ, ഇതെവിടെ പോയി കിടക്ക ഈ പെണ്ണ്? പെണ്ണേ, ആ ഇങ്ങോട്ട് വാ. എന്താ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്ക്. ഞാൻ വിളിച്ചു കൂക്കുന്നേ, കുറെ നേരമായല്ലോ. ആ ഇരിക്കാം. എന്താ? അല്ല, എനിക്ക് എത്ര രൂപയാ ടൂറിന്? 1500. 1500? ആ എന്നാലേ ഉമ്മാൻ്റെ കുട്ടി പോയിട്ട് എൻ്റെ കൂട്ടുകാരേക്കൊക്കെ അങ്ങോട്ട് വിളിച്ചിറങ്ങാളെ, ഞാനും വരുന്നുണ്ട് കേട്ടോ. എന്തായിരുന്നാ പൈസ കിട്ടി? പൈസ എവിടുന്നാ കിട്ടിയതൊന്നും ഈ ആലോചിക്കണ്ട. ഈ ആദ്യം പോയിട്ട് വിളിച്ചറിയാൻ നോക്കാം, എന്നിട്ട് നാളെ ഈ പൈസ കൊണ്ടുപോയി കൊടുക്കട്ടോ. ഓ, ഞാൻ എല്ലാവരും വിളിച്ചറിയട്ടെ. താങ്ക് യു. ഞാൻ എല്ലാവരും പോയിട്ട് വിളിച്ചറിയട്ടെ കേട്ടോ. എന്നാ പോയിക്കോ. കാത് കുത്ത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ല